മഴ ജാഗ്രതയിൽ കേരളവും 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പാലക്കാട് വാളയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, രാവിലെ 10 മണിയോടുകൂടി മഴയുടെ പുതിയ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ജില്ലകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്ക് യെല്ലോ അലർട്ട് മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. 10 മണിക്ക് വന്ന അലർട്ടിലാണ് കാര്യമായി തന്നെ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി അല്പസമയത്തിനകം ഏകദേശം 1 മണിയോടുകൂടി പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനിരിക്കുന്നു. ആ മഴ മുന്നറിയിപ്പിലും കാര്യമായ മാറ്റങ്ങൾ വടക്കൻ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അല്പസമയം മുമ്പ് സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ചില വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. മുൻകരുതലുകൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശക്തമാക്കാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള മേഖലകളിൽ കാനന പാതകളിലൂടെയുള്ള യാത്രകൾ പരമാവധി ആളുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് മന്ത്രിയുടെ നിർദ്ദേശം. വടക്കൻ കേരളത്തിൽ ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ മഴ തീവ്രമാകുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകാനും പ്രത്യേക കരുതൽ നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതായും മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 സംഘം NDRFന്റെ സംഘം സംസ്ഥാനത്തുണ്ട്. അതിൽ ശബരിമലയിലടക്കം പ്രത്യേക വിന്യാസം നടത്താനുള്ള ആലോചനകളും നടപടികളും സർക്കാർ സ്വീകരിക്കുകയാണ്. ഓരോ ജില്ലയിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളടക്കം ജില്ലാ കളക്ടർമാർ വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളും നീക്കങ്ങളും സർക്കാർ തലത്തിൽ നടക്കുക. പ്രത്യേകിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തലത്തിൽ നിന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുകയാണ്. പ്രത്യേകിച്ച് തീവ്ര ന്യൂനമർദ്ദമായി തുടരുന്ന ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടുകൂടി ന്യൂനമർദ്ദമായി മാറുകയും അത് പിന്നീട് അതിശക്തമായ മഴ ശക്തി പ്രാപിക്കുന്നു. വിവിധ ജില്ലകളിൽ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി.